ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടാറ്റോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുണ്ടാക്കാനാണെന്ന് വെച്ചാൽ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാനാണ് കേട്ടോ, അതും എയർ ഫ്രൈയിൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ നമ്മൾ ഈ സാധനം വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് സ്റ്റുഡിയോ ഹൈലൈറ്റ് മാൾ, സ്റ്റുഡിയോ അല്ല ഹൈലൈറ്റ് മാളിൽ നിന്ന് പോയപ്പോൾ വാങ്ങിയൊരു സംഭവമാണ്, നല്ല രസമുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ആദ്യം നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് ബ്ലേഡ് ചെയ്തിട്ട് ഇതോട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷെ ചെയ്യുമ്പോൾ മെല്ലെയാണ് ആവുള്ളൂ. അപ്പോൾ ഞാൻ പകുതിയുള്ളതൊക്കെ ഞാൻ കത്തി വെച്ച് ചെയ്തോലോ എന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഇത് വെച്ച് ചെയ്ത് കൊടുത്തു, എന്നിട്ട് കത്തി കൊണ്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇതൊക്കെ സ്ലൈസാക്കി ഇതുപോലെ ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുരുമുളക് നന്നായിട്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല, നല്ല സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ മിളക് ഇട്ട് കൊടുത്തു. മിളക് നമ്മൾ അത്യാവശ്യം കുറച്ചാണ് ഇട്ട് കൊടുത്തുള്ളൂ, അത്ര സ്പൈസി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളക് അങ്ങനെ എരിവില്ലായിരുന്നു, അപ്പോൾ മിളക് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തു, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തോ, സ്പൂൺ കൊണ്ടൊന്നും ബ്ലെൻഡ് ചെയ്യണ്ട. അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ കിട്ടിയാൽ നമ്മൾ ഈ ഹെയർ ഫ്രയറിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും, അതിൽ ഓരോന്നിങ്ങനെ വെക്കണം എന്നില്ല. എന്നാൽ ഞാനിത് വെച്ച് കൊടുത്താണ്. കുറേ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചിലതൊക്കെ ആദ്യം ഇങ്ങനെ വെച്ചു, എന്നിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തു. നന്നായിട്ട് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വേഗം എല്ലായിടത്തും ഇട്ട് കൊടുത്തു. ആ ഹോളിൻ്റെ ഉള്ളിൽ പോയാലും കുഴപ്പമില്ല, നന്നായിട്ട് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉള്ളിൽ പോയപ്പോൾ ഞാൻ എന്തായാലും എടുക്കാൻ നോക്കാം എന്ന് വെച്ച് ഉള്ളിലേക്ക് എടുത്ത് വെച്ച്. പിന്നെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തു, അതുപോലെ എത്ര മിനിറ്റ് ആണെന്ന് വെച്ച് കൊടുത്തു. 15 ടൈമാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 15 മിനിറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. കിടിലായിട്ടാണ്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സോസ് നമ്മൾ ഹാർട്ട് വരച്ചായിരുന്നു, കൊളായിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഞങ്ങളിത് പ്ലേറ്റിൽ കിട്ടപ്പോൾ തന്നെ 2-3 ആൾക്കാർ കൈയെടുത്ത് ഇട്ട് വേഗം കഴിക്കാൻ നോക്കി. നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുരുമുളകൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ സോസേ മുക്കി കഴിക്കാൻ നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ട്രൈ ചെയ്യണേ.